നമസ്കാരം. മിഥുനമാസം മഹാഭാരത മാസമാണ് എന്നതിനാൽ മഹാഭാരത വിചാരത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാഭാരത രചയിതാവായ വ്യാസഭഗവാനെ കുറിച്ചും മഹാഭാരതം എഴുതിയെടുത്ത ഗണപതി ഭഗവാനെ കുറിച്ചും പരാമർശിച്ചു. ഇതിഹാസ കാവ്യമാണ് മഹാഭാരതം. ഒരു കാവ്യം എന്ന് പറയുമ്പോൾ ഇത് ഒരു സാങ്കല്പിക സൃഷ്ടിയായിട്ടുള്ള ഭാവനാപരമായ ഒരു രചനയാണോ അതോ നടന്ന സംഭവങ്ങളുടെ ഒരു രേഖപ്പെടുത്തലാണോ? ഇതൊരു നിരവധിയായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം, തർക്ക വിഷയമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിഹാസം എന്ന വാക്കുകൊണ്ട് തന്നെ ഇത് ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ നടന്നിരുന്നു, ഇവിടെ സംഭവിച്ചിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഇതിഹാസം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. പുരാണ കഥകളിൽ കാൽപ്പനികമായിട്ടുള്ള അംശങ്ങൾ കൂടുതലായിരിക്കും, എന്നാലും അതിലെ കഥാപാത്രങ്ങളും പല കഥാസന്ദർഭങ്ങളിൽ യഥാർത്ഥത്തിൽ ഉള്ളതും ആയിരിക്കും. ഇതിഹാസമാകട്ടെ അവയിൽ കാൽപ്പനികമായ അംശങ്ങൾ കുറവായിരിക്കും, ചരിത്രപരമായി പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് കൂടുതലായും പരാമർശിക്കുക എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. രസകരമായ ഒരു കാര്യം, ഇതിഹാസത്തിന്റെ പ്രതലത്തിൽ നിന്നുകൊണ്ട്, പുരാണങ്ങളുടെ പ്രതലത്തിൽ നിന്നുകൊണ്ട്, ആധ്യാത്മികമായ വീക്ഷണങ്ങളുടെ പ്രതലങ്ങളിൽ നിന്നുകൊണ്ട് നാം ചർച്ച ചെയ്യുമ്പോൾ ഈ കാര്യത്തിൽ ഒരു ചർച്ചയ്ക്ക്, ഒരു സംശയത്തിന്, ഒരു തർക്കത്തിന് ഇടയില്ല. എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് IAS പരീക്ഷയുടെ അഭിമുഖത്തിൽ നരവംശാസ്ത്രം ഐച്ഛിക വിഷയമായെടുത്ത ഒരു സ്റ്റുഡന്റ് നേരിടേണ്ടി വന്ന ഒരു ചോദ്യം ഇതാണ്: താങ്കളുടെ താങ്കളുടെ ഐച്ഛിക വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിഹാസമായിട്ടുള്ള മഹാഭാരതം ഒരു സാങ്കല്പിക സൃഷ്ടിയാണോ അതോ അതൊരു ചരിത്രപരമായ യാഥാർത്ഥ്യമാണോ? എന്താണ് താങ്കളുടെ അഭിപ്രായം എന്ന ചോദ്യമാണ് നേരിടേണ്ടി വന്നത്. ഈ ചോദ്യത്തിന് അവർ നൽകിയ ഉത്തരം ഇത് ചരിത്രപരമായിട്ടുള്ള പ്രസക്തി ഉള്ള ഒരു ആഖ്യാനമാണ് എന്ന്. ആർക്കിയോളജിക്കൽ സർവേകളുടെ അടിസ്ഥാനത്തില്, നരവംശാസ്ത്ര പഠനങ്ങളുടെ അടിസ്ഥാനത്തിലുമൊക്കെ മഹാഭാരത കഥകളിൽ പ്രതിപാദിക്കുന്ന പല കഥാസന്ദർഭങ്ങൾക്കും, അതുപോലെ അതുമായി ബന്ധപ്പെട്ട കുരുക്ഷേത്ര യുദ്ധം നടന്ന ഭൂമി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾക്ക് ഉപോത്ബലകമായിട്ടുള്ള പല തെളിവുകളും ലഭ്യമായിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മഹാഭാരതം ഒരു ചരിത്ര യാഥാർത്ഥ്യം തന്നെയാണ് എന്നാണ് ഈ ചോദ്യത്തിന് മറുപടിയായി ഉദ്യോഗാർത്ഥി ഉത്തരം നൽകിയത്. ആ ഉത്തരം ശരിയായി പരീക്ഷകൻ സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ള ഒരു ശ്രദ്ധേയമായ കാര്യമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. രാമായണവും മഹാഭാരതവും കേവലം സാങ്കല്പികമായ കഥകളല്ല, മറിച്ച് ചരിത്ര പ്രാധാന്യത്തോടു കൂടിയ ആഖ്യാനങ്ങളുടെ കാവ്യരൂപത്തിലുള്ള അവതരണമാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. രാമായണ കഥയിൽ രാമായണ രചയിതാവായ വാൽമീകി മഹർഷി തന്നെ കഥാപാത്രമായി കടന്നു വരുന്ന സന്ദർഭം നമുക്ക് കാണാൻ സാധിക്കും. മഹാഭാരതം ഈ നാടിന്റെ, ഭാരതം എന്ന പേരോടുകൂടിയ ഈ നാടിന്റെ തന്നെ പേരോടുകൂടിയ ഇതിഹാസമാണ്. ഒരു രാജ്യത്തിന്റെ പേരും ആ രാജ്യത്തിലെ ഇതിഹാസ കാവ്യത്തിന്റെ പേരും ഒന്നായി തീരുക എന്നുള്ള ഒരു പ്രാധാന്യം കൂടി മഹാഭാരതത്തിന് ഉണ്ട്. അപ്പോൾ ഭാരതത്തിന്റെ ചരിത്രപഥത്തിലൂടെയുള്ള ഒരു യാത്രയാണ് മഹാഭാരത പഠനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമസ്കാരം.